മായാജാലത്തോട് അത്ര പരിശുദ്ധനായ ഒരു ഭക്തൻ. എങ്ങനെയാണ് ഹിരണ്യകശിപുവിനെ പോലെ ഇത്രയും നീചനായ ഒരു അസുരന്റെ പുത്രനായി ജനിക്കാൻ സാധിക്കുമോ? അച്ഛനെ പോലെ ആയിരിക്കില്ല മക്കൾ. നേരെ വിപരീതമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നൊരു ചോദ്യം. വാസ്തവത്തില് കയാതു ഹിരണ്യകശിപുവിന്റെ ഗർഭവതിയായി ജന്മം നൽകാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം. ആ സമയത്ത് ഹിരണ്യകശിപു വീണ്ടും തപസ്സിന് പോയി. തപസ്സിന് പോയ സമയത്ത് ആര് വന്നു? നാരദൻ വരുന്നതിന് മുൻപ് ഇന്ദ്രൻ വന്നു. കാര്യം ഇന്ദ്രൻ വിചാരിച്ചു ഇതാണ് തക്കം, ഇതാണ് കറക്റ്റ് മൊമെന്റ്, റൈറ്റ്? ഈ യുദ്ധത്തിലൊക്കെ അവര് തീരുമാനിക്കും. ആരും ശ്രദ്ധിക്കാതിരിക്കുന്ന സമയത്ത്, ശ്രദ്ധിക്കാത്ത സ്ഥലത്ത്, ശ്രദ്ധിക്കാത്ത ഒരു കൈൻഡ് ഓഫ് തന്ത്രം ഉപയോഗിച്ച് അവിടെ ബോംബിടുക, അല്ലേ? ശരിയല്ലേ? അവര് വിചാരിക്കുന്ന സ്ഥലത്തായിരിക്കില്ല ബോംബിടുക. അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്ത് അവിടെ ആയിരിക്കും ചിലപ്പോൾ ബോംബിടുന്നത്. മനസ്സിലായില്ല? അത് കുറെ ആലോചിച്ചിട്ടാണ് കുതന്ത്രം. അതുപോലെ തന്നെ ഇന്ദ്രൻ വിചാരിച്ചു നേരിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലാൻ സാധിക്കുമോ? സാധിക്കില്ല. ഇന്ദ്രന്റെ വാള്, ഇന്ദ്രന്റെ വജ്രായുധം ഇങ്ങനെ വിറയ്ക്കുന്ന പറയുന്നത്. ഇന്ദ്രന്റെ വജ്രായുധം പോലും പിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഹിരണ്യകശിപു എന്ന് പേര് കേട്ട് കഴിഞ്ഞാല് ആ പേര് പോലും മുഴുമിക്കട്ട ടെററായിരുന്നു ആള് ഹിരണ്യകശിപു, റൈറ്റ്? ഇന്ദ്രന്റെ കസേര ഇങ്ങനെ എന്താ പറയാ, ഒരു 6.5 എർത്ത് പോലെ എപ്പോഴും ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും. ഇന്ദ്രന്റെ പേടിയാണ്. അപ്പൊ ആരെ കൊല്ലാൻ സാധിക്കില്ല? ഹിരണ്യകശിപുവിന്. ഓക്കെ, കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരും. ഓക്കെ, ഹിരണ്യകശിപുവിനെ വധിക്കാൻ നേരിട്ട് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഹിരണ്യകശിപുവിന് പ്രിയപ്പെട്ടത് ആരാണോ അവരെ ബന്ധിയാക്കിയിട്ട് എന്തായാലും പറയാം, മറ്റേ ബ്ലാക്ക് മെയിലിങ്ങോ, കിഡ്നാപ്പിംഗ്. അതുപോലെ. അപ്പൊ കിഡ്നാപ്പ് ചെയ്യാൻ കൊണ്ടുപോയി ആരെ? ഭാര്യയെ, പത്നിയെ വളരെ ഇഷ്ടമാണ്, കയാതു, റൈറ്റ്? വളരെ സാത്വിക സ്ത്രീയാണ്. ചില അസുരന്മാർക്ക് ഇങ്ങനെ സ്വഭാവമുണ്ട്, പത്നിമാര് വളരെ നന്നായിരിക്കും, റൈറ്റ്? രാവണൻ എങ്ങനെയായിരുന്നു? മണ്ടോദരി എങ്ങനെയായിരുന്നു? റൈറ്റ്? ചിലപ്പോ നേരെ തിരിച്ചാവാട്ടോ. ഓക്കെ. ഓക്കെ, കമേഴ്ഷ്യൽ ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക്. സോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ പിടിച്ചോണ്ട് പോകുന്നു. ജയ നൃസിംഹ ഭഗവാൻ. സോ ഇന്ദ്രൻ കയാധുവിനെ ബലാത്കാരമായിട്ട് കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുപോയി. വാസ്തവത്തിൽ എന്ത് തീരുമാനിച്ചു? കയാധുവിന്റെ ഉദരത്തിലിരിക്കുന്ന കുഞ്ഞിനെ വധിച്ചു കളയാം. അങ്ങനെയാണെങ്കിൽ ഇത് വളർന്നു വന്നിനി എന്ത് സംഭവിക്കും അറിയില്ല. ചെറുപ്പത്തിലെ എന്താ പറയാ, എന്താണ് പറയാ, മുളയിലെ നുള്ളിക്കളയുക എന്ന് പറയുന്ന പോലെ അവിടെ വെച്ച് എന്നെ ഫിനിഷ് ചെയ്തേക്കാം ഇന്ദ്രൻ വിചാരിച്ചു വരുമ്പോഴാണ് ആര് വരുന്നത്? നാരദമുനി പറഞ്ഞു, ഹേയ്, എന്താണ് നിങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാൻ പോകുന്നത് അത്രയും വലിയൊരു അപരാധമാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ല. പണ്ട് യേശു ക്രിസ്തു പറയുന്നത് പോലെ ഇവരെന്താണ് ചെയ്യുന്നതെന്ന് ഇവർക്കറിയില്ല എന്ന് പറയുന്നത് പോലെ വന്ന് നാരദമുനി ഇന്ദ്രനോട് പറയുന്നു, നിങ്ങൾ ഇത് ചെയ്യരുത്. അപ്പൊ ഇന്ദ്രൻ ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇന്ദ്രൻ എന്ത് പറഞ്ഞു? ഇത് ആരാണ് ഉദരത്തിലുള്ളത്? ഹിരണ്യകശിപുവിന്റെ സന്തതിയാണ്. ഹിരണ്യകശിപുവിന് താങ്ങാൻ സാധിക്കുന്നില്ല. അയാളുടെ സന്തതി എന്ന് പറഞ്ഞാല് വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ചെയ്യാൻ സാധിക്കില്ല. വീണ്ടും ഞങ്ങൾ ഇന്ദ്രപരിവാരങ്ങൾ നിങ്ങളുടെ അടുത്ത് നാരദമുനി അടുത്ത് വരുമ്പോ ഞങ്ങള് ദുഃഖം കണ്ട് നാരദമുനി നാരായണ നാരായണ എന്ന് പറഞ്ഞ് നാരദമുനി എൻജോയ് ചെയ്യും. ഞങ്ങളുടെ ദുഃഖം ഇങ്ങനെ കരഞ്ഞു പറയുന്ന സമയത്ത് നാരദമുനി പറയും, അത് നിങ്ങൾ പൂർണ്ണമായിട്ടും വിഷ്ണുവിനെ, ഭഗവാനെ ആശ്രയിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിത് സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഇത് തന്നെ വേണം, നാരായണ നാരായണ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം, അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് ഇപ്പൊ തന്നെ വകവരുത്തി കഴിഞ്ഞാല് ഈ മൊത്തം പരിപാടിയിലേക്ക് പ്രോബ്ലം ഉണ്ടാക്കിയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കണോ? പ്രോബ്ലം ആദ്യമേ തന്നെ നമുക്ക് പരിഹരിച്ചു കളയാം. ഇന്ദ്രൻ പറയുന്ന സമയത്ത് നാരദമുനി എന്ത് പറയുന്നു? ഇന്ദ്ര, ശ്രദ്ധിച്ചു കേൾക്കൂ, ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു അസുരസന്തതി അല്ല. ഇത് മഹാഭക്തനാണ്.
നിങ്ങൾ ഇതുവരെ ലോകത്തിൽ വെച്ച് കണ്ടിട്ടില്ലാത്ത അത്രയും പ്യുവർ, പെർഫെക്റ്റ്, വണ്ടർഫുൾ, ഭഗവാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് ഇവിടെ ഈ ഗർഭത്തിൽ ജന്മം എടുത്തിരിക്കുന്നത്. ഇനി ഇന്ദ്ര, നിങ്ങൾ വജ്രായുധം വിചാരിച്ചാലും അത് വെച്ച് ആക്രമിച്ചാലും ശരി, നിങ്ങൾക്ക് വിഷ്ണുകോപം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഇന്ദ്രന്റെ കസേരയല്ല, പിന്നെ 100 ജന്മത്തിന് നിങ്ങൾക്ക് പകൽ വെളിച്ചം കാണാൻ സാധിക്കില്ല. സൂക്ഷിക്കുക എന്ന് നാരദമുനി പറയുന്നു. അപ്പൊ ഇന്ദ്രന്റെ ഒരു സംശയം, അതെങ്ങനെ അല്ലെ? കയാതുവിന്റെ ഗർഭത്തിൽ എങ്ങനെ ഇത്രയും വലിയൊരു ഭക്തൻ? അപ്പോ ഇവിടെ പ്രഭുപാദ് ഭാവാർത്ഥത്തിൽ ഒരു വളരെ പ്രധാന കാര്യം പറയും. ഇന്ദ്രൻ ചെയ്തത്, ഇന്ദ്രൻ ദേവനാണോ അസുരനാണോ? ദേവനാണല്ലോ, ഉറപ്പല്ലേ? ഇന്ദ്രദേവ് എന്നല്ലേ പറയുന്നത്, ദേവനാണ്. ഇന്ദ്രൻ ഈ ചെയ്യാൻ പോയ പ്രവൃത്തി ദൈവിക പ്രവൃത്തിയാണോ ആസുരിക പ്രവൃത്തിയാണോ? ആസുരിക പ്രവൃത്തിയാണ് അല്ലെ? ഒരു ജനിച്ചിട്ട് പോലും ഇല്ലാത്ത കുഞ്ഞിനെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് നോർമലാണ്, അന്നത് ആസുരികമായിരുന്നു. റൈറ്റ്? സോ ആസുരിക പ്രവൃത്തിയാണ്. ഇന്ദ്രൻ ദേവൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തി ആസുരികം. പിന്നെ എന്തിനാണ് ഇന്ദ്രനെ ദേവൻ എന്ന് വേദങ്ങളും ഭാഗവതവും ശാസ്ത്രവും ഒക്കെ പറയുന്നത്? എന്താണ് അതിന് കാരണം? അപ്പൊ ദേവന്മാരൊക്കെ പെർഫെക്റ്റ് ആണോ? ഇല്ല. റൈറ്റ്? ദേവന്മാരും പെർഫെക്റ്റ് അല്ല, ദേവി ദാസി പെർഫെക്റ്റ് അല്ല, ദാസ് പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. ലൈക്ക് എല്ലാരും നമ്മൾ വളർന്നു വരികയാണ്. പക്ഷെ എന്താണ് വ്യത്യാസം? വ്യത്യാസം എന്താന്ന് വെച്ചാല്, ദേവന്റെ ലക്ഷണം നാരദമുനി അരുത് എന്ന് പറഞ്ഞു അല്ലെ? ഡോണ്ട് ഡു ഇറ്റ് എന്ന് പറഞ്ഞു. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഓക്കെ, അങ്ങ് പറയുന്നതിൽ എന്തോ കാര്യം ഉണ്ടാവെന്ന് പറഞ്ഞത് ചെവി കൊടുത്ത് അനുസരിച്ചു. മനസ്സിലായില്ലേ? അസുരൻ എന്ന് പറഞ്ഞാലോ, ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുന്ന ആളാണ് ആര്? അസുരൻ. രാവണന്റെ കാര്യം എടുത്ത് നോക്കിയാലോ, എത്ര എത്ര പേര് പറഞ്ഞു ആ സീതാദേവി തിരിച്ചു വിട്ടേക്കൂ, തിരിച്ചു കൊടുത്തേക്കൂ, നിങ്ങൾക്ക് മംഗളം ഉണ്ടാവും, നിങ്ങൾക്ക് ചിരകാലം നിങ്ങളുടെ നാമം ലോകം മുഴുവൻ വാഴ്ത്തപ്പെടും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു നോക്കി. ആര് പറഞ്ഞു? സ്വന്തം അനുജൻ പോലും. ആര്? വിഭീഷണൻ പറഞ്ഞു. സ്വന്തം മറ്റനുജന്മാര് വേറെ ആരാണ്? ഒരനുജനും കൂടി ഉണ്ടല്ലോ, കുംഭകർണൻ പോലും പറഞ്ഞു. എന്താണ്? സീതാദേവിയെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? കുംഭകർണൻ പോലും പറഞ്ഞു. രാവണൻ കേട്ടോ? അവസാനം രാവണൻ പറഞ്ഞു, നിങ്ങൾ പറയുന്നതിന് ശരിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയായാൽ ഞാനത് അനുസരിച്ചാൽ ഞാൻ പറയുന്നത് തെറ്റാവും അല്ലെ? അതെനിക്ക് സ്വീകാര്യമല്ല, അതുകൊണ്ട് തെറ്റാണെങ്കിലും ഞാൻ എന്റെ ശരി എന്റെ ശരി, റൈറ്റ്? അങ്ങനെ ഞാൻ ചെയ്യുന്നു പറഞ്ഞു. ഇങ്ങനെ ഒരു അഡമന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? അസുരൻ, രാവണൻ. റൈറ്റ്? ദേവനും കുഴപ്പമുണ്ട്, ഇന്ദ്രനെ പോലുള്ള വ്യക്തികൾക്കും കുഴപ്പങ്ങളുണ്ട്, അവരും വലിയ തെറ്റുകൾ ചെയ്യാൻ പോകും. പക്ഷെ നാരദമുനിയെ പോലൊരു ഗുരു, സാധു എന്ന് പറയുന്ന സമയത്ത് അവരത് കേൾക്കാൻ ചെയ്യും. ഈവൻ അവർ തെറ്റ് ചെയ്തു എങ്കിൽ പോലും ആ തെറ്റിന് ചിത്തത്തിന് വേണ്ടിയെങ്കിലും ആരോട് പോകും? ഒരു ഗുരു, ഭഗവാന്റെ ലൈനിൽ വരുന്ന ഒരു അതോറിറ്റിയോട് പോകും. മനസ്സിലായില്ലേ? ദിസ് ഇസ് ദി പോയിന്റ്. എനിവേ, ഞാൻ 10 മിനിറ്റ് ഉണ്ടോ? 10. ഓക്കെ, 10 മിനിറ്റ് അറിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പോ ഇന്ദ്രൻ ചോദിക്കുന്നു, എന്താണ് ഇവിടെ സംഭവിച്ചത്? റൈറ്റ്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് കയാധുവിന്റെ ഗർഭത്തില് ഒരു ഇത്ര സാത്വികനായ, ഇത്രയും പരമഭക്തനായ ഒരു വ്യക്തിത്വം എങ്ങനെ ജനിക്കുന്നു ചോദിക്കും. അപ്പൊ അതിന്റെ പുറകിൽ ഒരു കഥയുണ്ട്. അതിന് കാരണക്കാരൻ ആരാന്നറിയാമോ? ഒരു രീതിയിൽ പറഞ്ഞാൽ നാരദമുനി തന്നെയാണ്. അതിനൊരു സ്റ്റോറി ഉണ്ട്. അതായത് ഹിരണ്യകശിപു, നമുക്കറിയാം, ജയവിജയന്മാരുടെ കഥയൊക്കെ നമുക്കറിയാം. അവര് ആധ്യാത്മിക ലോകത്തിലായിരുന്നു. 4 കുമാരന്മാര് വന്ന സമയത്ത് അവര് വഴി തടഞ്ഞു. അവർക്ക് ഭഗവാനെ ദർശനം ചെയ്യാനുള്ള അനുവാദം കൊടുത്തില്ല. ആ ദർശനം തടഞ്ഞതിന്റെ പുറകില് ചെറിയൊരു അഹങ്കാരം അതിനകത്തുണ്ടായിരുന്നു എന്ന് 4 കുമാരന്മാര് അതിനെ ഗ്രഹിക്കുകയും അങ്ങനെ അവര് ഭഗവാൻ വരുന്നതിന് മുൻപ് തന്നെ അവര് ശപിക്കുകയും ചെയ്തു. ഭഗവാൻ അകത്തുണ്ടായിരുന്നു, പക്ഷെ 7 വാതിലുകളുണ്ട് വൈകുണ്ഠത്തിലേക്ക്. റൈറ്റ്? 7 ഗേറ്റ്സ് ഉണ്ട്. 7 ലെയർ സെക്യൂരിറ്റി ആണ്. റൈറ്റ്? നമ്മുടെ
ഡിഫൻസ് ഇതൊന്നുമല്ല, പെൻറ്റഗണൊക്കെ ഒന്നുമല്ല. 7 layers ഓഫ് സെക്യൂരിറ്റി. അത് ജസ്റ്റ് ഫിസിക്കൽ സെക്യൂരിറ്റി അല്ല, ഓരോ സ്ഥലത്തും ഒരു വ്യക്തിയുടെ ഫിസിക്കൽ ബോഡി മാത്രമല്ല സ്കാൻ ചെയ്യുന്നത്, അവരുടെ ഹൃദയം, അവരുടെ കോൺഷ്യസ്നസ് എല്ലാം ആകെ മൊത്തം സ്കാൻ ചെയ്യും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും ശരി, മൂന്നാമത്തെ വാതിൽ വരെ എത്തിയില്ലേ, ഓക്കെ ഇതുവരെ ഉണ്ട് നിങ്ങൾക്ക്, ഇതുവരെ നിങ്ങൾക്ക് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ പാസ് ആവും, ഓക്കെ ഇതുവരെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. പക്ഷെ 4, 5, 6, 7 ഇനിയും ബാക്കി പരീക്ഷകളുണ്ട്. ഈ CA എഴുതുന്ന പോലെ എന്തൊക്കെയാണല്ലേ, ഈ ACCA ഒക്കെ എഴുതുന്ന ഒരു ഇതുവരെ പാസ്സായി കഴിഞ്ഞാൽ അത്രയും കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോണെങ്കിൽ അല്ല, അങ്ങനത്തെ അല്ലേ, എനിക്കറിയില്ല. റൈറ്റ്, ഒരു ലെവൽ കഴിഞ്ഞാൽ അത് പിന്നെ ലെറ്റ്സ് ഓക്കെ. അതുപോലെയാണ്, ഒരു ലെവൽ ക്ലിയർ ചെയ്ത് പോണം. അങ്ങനെ വരുന്ന സമയത്ത് അവസാനത്തെ ഗേറ്റിലാണ് ജയനും വിജയനും ഉള്ളത്. മറ്റേ ഗേറ്റിലുള്ള ആൾക്കാർക്കൊക്കെ പേരുണ്ട്, ആ പേരുകളൊന്നും ഓർമ്മയില്ല. റൈറ്റ്, അവരൊക്കെ ഓരോ ദ്വാരപാലകന്മാരും ഉണ്ട്. അങ്ങനെ ജയവിജയന്റെ അടുത്ത് വന്നപ്പോൾ അവരെ സ്റ്റോപ്പ് ചെയ്തു, അവര് ശപിച്ചു. ശപിച്ച ശേഷം നിങ്ങൾക്ക് ഭൗതിക ലോകത്തിൽ നിങ്ങൾക്ക് ജനിക്കേണ്ടി വരും, കാര്യം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല എന്ന് പറയുന്നു. ആ ശാപം കഴിഞ്ഞ ഉടനെ കറക്റ്റ് ടൈമിൽ ഭഗവാൻ പുറത്തു വരുന്നു. എന്നിട്ട് ഭഗവാൻ നമുക്ക് എന്ത് സംഭവിച്ചു ഒന്നും അറിയാത്തതുപോലെ, എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഭഗവാൻ മുമ്പിൽ വരുന്നു. അപ്പൊ ഇങ്ങനെ ഇതാണ് സംഭവിച്ചത്. ഭഗവാൻ കാര്യങ്ങളൊക്കെ കണ്ടറിയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നു, ഇവര് ചെയ്ത തെറ്റിന് ഞാനാണ് ഉത്തരവാദി. മനസ്സിലായില്ലേ? ദാസന്മാര് ചെയ്യുന്ന തെറ്റിന് ആരുത്തരവാദി? സ്വാമി, മാസ്റ്റർ. മാസ്റ്റർ ആരാണോ, ആ സെർവൻസ് ചെയ്യുന്ന തെറ്റിന് ഉത്തരവാദം ആർക്കാണ്? മാസ്റ്ററിനാണ്. സോ എവ്രിവെയർ, ലൈക് വൈഫ് ചെയ്യുന്ന തെറ്റിന് ഹസ്ബൻഡ് ആണ് ഉത്തരവാദി, അങ്ങനെയൊക്കെ ഉണ്ട്. ലൈക് അതുപോലെ ശിഷ്യന്മാര് ചെയ്യുന്ന തെറ്റിന് ഗുരുവാണ് ഉത്തരവാദി. അതുകൊണ്ട് പൊസിഷൻ ആരും എടുക്കരുത്, മനസ്സിലായി? ഒരു സ്ഥാനം എടുക്കരുത്. അങ്ങനെയാണോ? സ്ഥാനം എടുത്താൽ ഉത്തരവാദിത്വം കിട്ടും, ശരിയല്ലേ? പക്ഷെ സ്ഥാനം എടുത്താൽ എന്തും കൂടി കിട്ടും? കാരുണ്യവും കൂടി കിട്ടും. അതുകൊണ്ട് വൺ സൈഡഡ് അല്ല, ഉത്തരവാദിത്വവും കിട്ടും, മെർസി ഓൾസോ കിട്ടും, അല്ലാതെ ചുമ്മാതല്ല. റൈറ്റ്? സോ ഭഗവാൻ ഹി ഓൾവേസ് ഹാസ് എ വാട്ട് യു കോൾ ലെവൽ പ്ലേയിങ് ഫീൽഡ് എന്ന് പറയും. എനിവേ, അപ്പൊ അങ്ങനെ ശാപം കിട്ടി. ഭഗവാൻ പറഞ്ഞു എന്റെ തെറ്റാണ്, അപ്പൊ വാസ്തവത്തിൽ ആ ശാപം ഞാനാണ് എടുക്കേണ്ടത് എന്ന് പറയും. അപ്പൊ കുമാരന്മാർക്ക് വിഷമാവും, ഞങ്ങള് എന്താണ് ഈ ചെയ്തത്, എന്ത് ചെയ്ത് എന്ത് സംഭവിച്ചു. ലാസ്റ്റ് നമുക്കറിയാം, ആ കഥ നീട്ടുന്നില്ല. 3 ജന്മം എന്താണ് ഭഗവാന് വിരോധിയായിട്ട് വേണോ, അതോ 7 ജന്മം ഭഗവാന്റെ ഫേവറബിൾ ഭക്തനായിട്ട് വേണോ എന്ന് വെച്ചാൽ 3 പെട്ടെന്ന് വരാൻ പറ്റുക. അതുകൊണ്ട് ശരി, അതെന്ന് തന്നെ അവർ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ 3 ജന്മം അവരിരുന്നു. വാസ്തവത്തിൽ 3+1, ഒരു +1 കൂടെ അവിടെ ഇട്ടു. റൈറ്റ്? ആരൊക്കെയാണ്? ജഗായി മഥയായിട്ട് വീണ്ടും വന്നു. അത് അവര് സ്വന്തം താല്പര്യത്തോടെ നിന്നതാണ്. അതിന് വേറൊരു കഥയുണ്ട്, അത് നമുക്ക് സമയമില്ല. റൈറ്റ്? സോ വാസ്തവത്തില് വൈകുണ്ഠത്തിൽ നിന്ന് ഭൗതിക ലോകത്തില് വന്നത് എങ്ങനെയാണോ, തിരിച്ചു പോകുമ്പോൾ അതിൽ കൂടുതൽ അവർക്ക് കിട്ടി. റൈറ്റ്? സോ ഒരിക്കലും നഷ്ടമല്ല. നമ്മൾ വിചാരിക്കും അവന് താഴെ വീണു അങ്ങനെ തിരിച്ചു വന്നു എന്നുള്ള, അങ്ങനെയല്ല. ജഗായി മഥയായിട്ട് വന്നിട്ട് അവർക്ക് ഗൗരപ്രേമ, രാധാകൃഷ്ണ പ്രേമം കിട്ടി. വൈകുണ്ഠത്തിൽ കിട്ടാത്തൊരു കാര്യം അവർക്ക് കിട്ടി. റൈറ്റ്? അതുകൊണ്ട് നഷ്ടമാണെന്ന് വിചാരിക്കരുത്. ഭഗവാന്റെ സേവയില് അസുരനായാൽ പോലും കുഴപ്പമില്ല. റൈറ്റ്? വി വിൽ ഗെറ്റ് മോർ മെർസി. എനിവേ, അങ്ങനെ അവർ താഴെ വന്നു. ഹിരണ്യാക്ഷന്റെ കഥ അറിയാം. ഹിരണ്യകശിപുവിന്റെ കാര്യം നമുക്കറിയാം. ഹിരണ്യകശിപു അങ്ങനെ ലോകം മുഴുവൻ ഈശ്വരനാകാൻ വേണ്ടി, ഹിരണ്യകശിപുവിന്റെ ഗോഡ് പ്രോജക്റ്റ് ഏറ്റവും വലിയ ഗോഡ് പ്രോജക്റ്റ് ആയിരുന്നു. നമ്മുടെ ഇതുപോലെ കൊച്ചു കൊച്ചു പ്രോജക്റ്റ് അല്ല, വലിയ ഹ്യൂജ് ഗോഡ് പ്രോജക്റ്റ്. മൊത്തം അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടം, ഈ യൂണിവേഴ്സിനെ തന്നെ മൊത്തം ഞാൻ എന്റെ വരുതിക്ക് എടുക്കും എന്ന് പറഞ്ഞിട്ട്, മാത്രമല്ല ഭഗവാന്റെ പ്രണാമ മന്ത്രം ഓം നമോ നാരായണായ എന്നുള്ള മന്ത്രം പോലും ആള് മാറ്റി എഴുതി. അത്രയും എന്താ പറയാ, കംപ്ലീറ്റ് നിയമം പാസ്സാക്കി. എന്തായിരുന്നു മന്ത്ര? എല്ലാരും പറയോ? ഹിരണ്യാക്ഷരല്ല, ഹിരണ്യകശിപു. ഓക്കെ. അപ്പൊ അങ്ങനെ ഹിരണ്യകശിപുവിനെ സ്വന്തം പ്രണാമ മന്ത്രമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ദൈവം ചമഞ്ഞിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ മുൻപ് ദൈവമാണെങ്കിൽ ശക്തി വേണം. അപ്പോ
ഈ ലോകത്തിൽ ഏറ്റവും ശക്തിമാനായിട്ട് കാണുന്നത്, ഈ സൃഷ്ടിയിൽ ഏറ്റവും ശക്തിമാനായിട്ട് കാണുന്നത് ആരാണ്? ബ്രഹ്മദേവനാണ്. കാര്യം ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാ സൃഷ്ടിയും തുടങ്ങുന്നത്. ഈ ബ്രഹ്മാവ് ആരുടെ നാഭിയിൽ നിന്ന്, കമലത്തിൽ നിന്ന് വരുന്നു എന്നുള്ളത് അത് അവർക്ക് കാണാൻ സാധിക്കില്ല. എന്തുകൊണ്ട്? നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ കാണില്ല. ശരിയല്ലേ? നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഉണ്ടെങ്കിലും അതിനെ കാണില്ല. ശരിയല്ലേ? വി ഡോണ്ട് വാണ്ട് ടു സീ, ദെയർഫോർ വി ഡോണ്ട് സീ. അപ്പൊ അതുകൊണ്ട് അവിടെ കാണില്ല. ബ്രഹ്മദേവൻ വരെ ഈ ഹിരണ്യകശിപുവിന് വിസിബിലിറ്റി ഉള്ളു. അപ്പൊ എന്ത് ചെയ്യുന്നു? ബ്രഹ്മദേവനെ തപസ് ചെയ്യുന്നു. തപസ് ചെയ്ത് നമുക്ക് ഇത് ആദ്യത്തെ തപസ്സാട്ടോ, നമ്മൾ രണ്ടാമത്തെ അല്ല, 2 പ്രാവശ്യം തപസ് ഉണ്ടായി. ഫസ്റ്റ് തപസ്സാണ് 36,500. അതൊരു വലിയ ലോങ് ടൈം, ലൈക്ക് ഒരു ലോങ് ടൈം തപസ്സയാണ്. ആ തപസ് ചെയ്യുന്ന സമയത്ത് ആണ് ദേവന്മാരെല്ലാവരും നാച്ചുറലി വീണ്ടും അവർ ടെൻഷനിലായി. ഒരാൾ ഓൾറെഡി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എന്തിന്? ഇന്ദ്രന്റെ കസേരയ്ക്ക് വേണ്ടി അല്ലെ? അതെന്ത് കസേരയാണോ തോന്നുന്നു, കണ്ടാ കൊള്ളാന്നുണ്ട് അല്ലെ? അത് നമ്മളിപ്പോ സെക്കൻഡ്സിന് എന്തെങ്കിലും വിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡ് മേടിക്കാനുള്ള കുറച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. എനിവേ, അപ്പൊ ഇന്ദ്രന്റെ കസേര അത്ര കേമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അത്രയും സ്പെഷ്യൽ സീറ്റ് ആണെന്ന് തോന്നുന്നു. വോട്ടെവർ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവന്മാരെല്ലാരും ടെൻഷനിലായി, എന്താണ് അടുത്ത് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അങ്ങനെ അങ്ങനെ ന്യൂസ് പരന്ന് ദേവന്മാരുടെ ഋഷിയാണ് നാരദൻ, ദേവർഷിയാണ്. അതുകൊണ്ട് ദേവന്മാർക്കിടയിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം ആരറിയും? നാരദമുനി അറിയും. അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. നാരദമുനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നാരദമുനി കംപ്ലീറ്റ്ലി ഭഗവാന്റെ നാമങ്ങളും ചൊല്ലി എപ്പോഴും, അദ്ദേഹത്തിന് ഒരു ടെൻഷനും ഇല്ല, ഒരു ഇതും ഇല്ല. പക്ഷെ എന്നാൽ ഇവരുടെ ടെൻഷൻ കാണുന്ന സമയത്ത് അതൊരു രസം, റൈറ്റ്? അങ്ങനെ നാരദമുനി അത് കാണുന്നു. ഇന്ദ്രനെ എല്ലാവരും ടെൻഷൻ അടിച്ചു തുടങ്ങി. എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഹിരണ്യകശിപു എന്നൊരാൾ തപസ് ചെയ്യുന്നുണ്ട്. ഇനി കുറച്ച് അധിക കാലമില്ല, ഞങ്ങളൊക്കെ പുറത്താവും എന്ന് പറയുന്ന സമയത്ത് ഉടനെ നാരദമുനി അത് കേട്ടിട്ട് ശരി, ഓക്കെ, എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നാരദമുനി ബ്രഹ്മദേവനോട് പോയി ചോദിച്ചു. ബ്രഹ്മദേവൻ നോക്കിയപ്പോ ബ്രഹ്മദേവനും ടെൻഷൻ. കാര്യം ഇനി അടുത്തത് വരം ചോദിക്കും. ഇനി ഒരുപാട് സമയമില്ല, പ്രത്യക്ഷനായേ പറ്റും, റൈറ്റ്? പ്രത്യക്ഷനായ സമയത്ത് വരം ചോദിക്കും. ആ ചോദിക്കുന്ന വരം എന്തെങ്കിലും, ഇന്നത്തെ മലയാളത്തിൽ പറഞ്ഞാല് ഉഡായിപ്പ് എന്ന് പറയുമല്ലോ, റൈറ്റ്? അങ്ങനെ ഒരു വാക്ക്, അത് എവിടുന്ന അതെന്തെങ്കിലും ആയിരിക്കും, അത് പ്രശ്നമാവും. നല്ല രീതിയിൽ ബ്രഹ്മാവിന് ഓൾറെഡി അറിയാം. അതുകൊണ്ട് ബ്രഹ്മാവും ടെൻഷനിലാണ്. നാരദമുനി പോയി ചോദിക്കുന്നത്, എന്താ പിതാശ്രീ, അങ്ങേക്ക് എന്താണ് ടെൻഷൻ? അപ്പൊ ഹിരണ്യകശിപു ഇനി ചോദിക്കാൻ പോകുന്ന വരത്തെ കുറിച്ചാണ് എനിക്ക് ടെൻഷൻ. അപ്പൊ പറഞ്ഞു, ദേവന്മാർക്ക് ആ വരം ചോദിച്ച് അങ്ങ് അത് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ചാണ് ദേവന്മാർക്ക് ടെൻഷൻ. അപ്പൊ ശരി, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോ ബ്രഹ്മദേവൻ ബ്രഹ്മദേവനും നാരദമുനിയും കൂടെയുള്ള സംഭാഷണത്തിൽ ലാസ്റ്റ് അവർ തീരുമാനിച്ചത്, ഭഗവാന്റെ നാമങ്ങൾക്ക് മാത്രമേ എല്ലാറ്റിനും പരിഹാരം ഈ ലോകത്തിൽ കാണാൻ സാധിക്കുള്ളൂ, സത്യയുഗത്തിൽ പോലും എന്ന് പറഞ്ഞിട്ട്, ശരി, അതിനൊരു പദ്ധതി നീ ഉണ്ടാക്കിക്കൊള്ളൂ വത്സ, അതിനുള്ള ബുദ്ധി ഭഗവാൻ തരട്ടെ എന്ന് പറഞ്ഞ് ബ്രഹ്മദേവൻ നാരദമുനിക്ക് ആശീർവാദം കൊടുക്കുന്നു. നാരദമുനിയുടെ ബുദ്ധിയിൽ ഒരു ഐഡിയ ഉദിച്ചു. എന്നിട്ട് സുഹൃത്തായിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ കൂട്ട് വേണമല്ലോ. അപ്പൊ കൂട്ടുണ്ട് ആര്? പർവ്വതമുനി. എപ്പോഴും നാരദമുനിയുടെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. അപ്പൊ നാരദമുനി പർവ്വതമുനി, ശരി, എന്നാ ആയിക്കോട്ടെ, എന്താണ് അവ പ്ലാൻ എന്ന് ചോദിച്ചപ്പോ അവർ രണ്ടുപേരും കൂടി കിളികളായിട്ട്, സ്പാരോസ് ആയിട്ട് മാറി. കിളിയല്ലേ പറയാ, കുരുവി, റൈറ്റ്? കുരുവികളായിട്ട് രൂപാന്തരപ്പെട്ട് ഈ ഹിരണ്യകശിപു തപസ് ചെയ്യുന്നത് എവിടെയാണ്? കൈലാസ പർവ്വതത്തിനടുത്തൊരു സ്ഥലത്തിലാണ് ബ്രഹ്മദേവനെ തപസ് ചെയ്തത്. ശിവനെ അല്ല, ബ്രഹ്മാവിനെയാണ് തപസ് ചെയ്തത്, കൈലാസത്തിനടുത്ത്. അപ്പൊ ആ സ്ഥലത്ത് ഈ നാരദമുനിയും പർവ്വതമുനിയും കൂടി കുരുവികളുടെ രൂപത്തിൽ പോകുന്നു. അവിടെ ഒരു മരച്ചില്ലയിൽ ഇരുന്ന് ഇങ്ങനെ തപസ് മുറുകി വരുന്ന സമയത്ത് ഈ കുരുവികൾ ഭയങ്കര ഹൈ ഫ്രീക്വൻസി, നമ്മൾ ഈ മൈക്ക് പിടിച്ചു കഴിഞ്ഞ ഒരു സൗണ്ട് വരുമല്ലോ, അതുപോലെ ഹൈ ഫ്രീക്വൻസിയിൽ കുരുവികളുടെ, അതുകൊണ്ടാണ് കുരുവികളുടെ രൂപം എടുത്തത്. ഇദ്ദേഹത്തിന്റെ തപസ് ഭേദിച്ചത് ആ എന്താ പറയാ, ഒരു ശ്രവണദ്വാരത്തിലൂടെ, ചെവിയിലൂടെ അത് അകത്തേക്ക് കടക്കണം, എന്നിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണം, റൈറ്റ്? ഫസ്റ്റ് ട്വീറ്റ് അതായിരുന്നു. അപ്പൊ അങ്ങനെ നാരദമുനിയും പർവ്വതമുനിയും കൂടെ 1 നാരായണ
ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. അതൊരു കുരുവികളുടെ ഉച്ചസ്വരത്തിന്റെ ഹൈ ഫ്രീക്വൻസിയിൽ അവിടെ പോയി ചിലയ്ക്കാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഹിരണ്യകശിപു അത്ര സ്ട്രോങ് ആയിട്ട് തപസ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഈ സൗണ്ട് വന്ന് ആ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. തപസ് ഭംഗപ്പെട്ടു. എത്രയോ വർഷങ്ങളുടെ തപസ്യയുടെ ഫലം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ആർക്കായാലും ദേഷ്യം വരും. ഹിരണ്യകശിപുവിന് പ്രത്യേകിച്ച് കൂടപ്പിറപ്പാണ് ദേഷ്യം. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഉടനെ എവിടെ എന്റെ അമ്പും വില്ലെന്ന് നോക്കിയിട്ട് തപസ് ചെയ്യുമ്പോൾ അമ്പ് വെച്ചുകൊണ്ടായിരിക്കില്ല തപസ് ചെയ്യുന്നത്. അമ്പും വില്ല് എടുക്കാൻ പോയിട്ട് അതിനെ എയിം ചെയ്യുന്നതിന് മുമ്പ് ഈ രണ്ട് പക്ഷികളും പറന്നുപോയി. എങ്ങോട്ട് പറന്നു എന്നറിയില്ല. ആ തപസ് ഭേദിച്ച ശത്രുവിനെ കൊല്ലാനും സാധിച്ചില്ല. അതിന്റെയും ദേഷ്യം, പിന്നെ തപസ് ഭംഗപ്പെട്ടതിന്റെ മറ്റു ദേഷ്യം. അങ്ങനെ ദേഷ്യം വന്ന സമയത്ത് ശരി, അത്ര ദേഷ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നാട്ടില് ദേഷ്യം തീർന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? വീട്ടിലേക്ക് വരും അല്ലെ? അപ്പൊ അങ്ങനെ ഹിരണ്യകശിപു വീട്ടിലേക്ക് വരുന്നു. വളരെ ദേഷ്യത്തോടെ ദുഃഖിതനായി ഒക്കെ ആയിട്ട് വരുന്നു. ആ സമയത്ത് കയാതു ചോദ്യവും ചോദിച്ചു. അങ്ങ് പോയിട്ട് ഇത്ര പെട്ടെന്ന് വരുന്ന് വിചാരിച്ചു, എന്താ പറ്റിയത് എന്ന് പറഞ്ഞു ചോദിച്ചു. അത് കേട്ടപ്പോ അതിലും ദേഷ്യം. അവസാനം കയാതു വളരെ ശാന്തമായിരുന്ന് അങ്ങയുടെ ദുഃഖം എന്റെയും ദുഃഖമാണെന്നൊക്കെ പറഞ്ഞ് സാന്ത്വനിപ്പിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് സംഭവിച്ചത് എന്ന് പറഞ്ഞത്. ശരി, അപ്പൊ ഞാൻ വീണ്ടും തപസ് ചെയ്യാൻ പോകുന്നു. അപ്പോ കയാതു പറഞ്ഞു, എത്ര കാലമായി അങ്ങയുടെ കൂടെ ഇരുന്നിട്ട്, റൈറ്റ്, ഒരു നമ്മളൊരു കുടുംബജീവിതം ജീവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവസാനം ഹിരണ്യകശിപുവും വിചാരിച്ചു, ശരി, കുറച്ചു കാലം ആ നടന്ന ദുരന്തമൊക്കെ മറക്കാൻ വേണ്ടി കുറച്ചു നാള് കുടുംബജീവിതത്തിൽ ഇരുന്നിട്ട് പിന്നെ ഞാൻ വർദ്ധിത വീര്യത്തോടെ തപസ്സിന് പോവാന്ന് വിചാരിച്ചു. കുറച്ചു കാലം കുടുംബജീവിതമായിട്ട് കുറച്ച് എൻജോയ് ഒക്കെ ചെയ്തു. എന്നിട്ട് ആ സമയത്ത് കയാതു ഗർഭവതിയായി. പക്ഷെ ആ സമയത്ത് കൺസെപ്ഷന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? ഹിരണ്യകശിപുവിന്റെ തലേന്ന് ഒരു റിംഗ് ടോൺ പോലെ ഇത് മാറുന്നേയില്ല. അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും 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 ആ കുരുവികളുടെ ഒരു എഫക്റ്റ്, നാരദമുനിയുടെ പോലുള്ള പ്യോർ ഡിവോട്ടിയുടെ പരിശുദ്ധമായ ശുദ്ധനാമത്തിന്റെ എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. അത് അകത്ത് കയറി കഴിഞ്ഞാല് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും സംഭവിച്ചേ പറ്റും. റൈറ്റ്? പ്രഭുപാദിന്റെ പുസ്തകങ്ങൾ, നാരദമുനിയുടെ വീണയുടെ ആ ഒരു മീട്ടുന്ന ഒരു ശബ്ദം, അതുപോലെ പരിശുദ്ധ ഭക്തന്മാര് ഭഗവാന് നേദിച്ചിരിക്കുന്ന ഒരു പന്നീർ സബ്ജിയുടെ ടേസ്റ്റ്, ഇതൊക്കെ ഒരു പ്രാവശ്യം അകത്ത് പോയി കഴിഞ്ഞാല് അതവിടെ നിൽക്കും. റൈറ്റ്? അത് നിത്യമായിട്ട് അവിടെ അകത്ത് ആത്മാവിനെ തൊട്ട് എന്തോ ഒരു പരിവർത്തനം അവിടെ സംഭവിക്കും. ഹിരണ്യകശിപുവിന് അത് സംഭവിച്ചു. ഈ നാമം ഇങ്ങനെ വീണ്ടും 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 വന്ന് ചിലപ്പോൾ ദേഷ്യത്തോടെയൊക്കെ ഇങ്ങനെ പറയും, ഓം നമോ നാരായണായ, ഓം നമോ നാരായണ. അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കോൺഷ്യസ്നെസ്സോടെ, ആ വൈബ്രേഷനോടെ അവിടെ ഒരു കൺസെപ്ഷൻ സംഭവിച്ചു. അങ്ങനെ പ്രഹ്ലാദൻ എന്ന് പറയുന്ന പരിശുദ്ധ ഭക്തൻ കയാതുവിന്റെ ഗർഭത്തിൽ ജന്മം കൊണ്ടു. ഇതാണ് അതിന്റെ ചരിത്രം പറയുന്നത്. സോ പ്രത്യേകിച്ചും ഇന്ന് നരസിംഹ ജയന്തി, പിന്നെ നമുക്കറിയാം പ്രഹ്ലാദന്റെയും ബാക്കിയുള്ള ലീലകൾ അറിയാം, ഇതിലേക്ക് പോകുന്നില്ല. സോ പ്രത്യേകിച്ച് കലിയുഗത്തില് ഓരോ യുഗത്തിലും ഓരോ ഇൻചാർജ് ഉണ്ട്. ആ യുഗത്തിന് തന്നെ ഒരു ഇൻചാർജ് ഡേറ്റ ഉണ്ട്. റൈറ്റ്? There's a ശ്ലോക in സ്കന്ദ പുരാണ which says, സത്യേ ദൈത്യ കുലാധിനാശ സമയേ സ്പൃച്ഛൻ നഖ കേസരി. സത്യയുഗത്തില് ദൈത്യകുലങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി സ്പൃജ്ജൻ നഖ കേസരി, നഖങ്ങൾ വെച്ചുകൊണ്ട് ആര് വരുന്നു? കേസരി, നരസിംഹ ഭഗവാൻ വരുന്നു. ഏത് യുഗത്തില്? സത്യയുഗത്തിൽ. ത്രേതായാം ദശകന്ധരൻ പരിഭവൻ രാമാഭിനാമാകൃതി. ത്രേതായുഗത്തിൽ ദശകന്ധര, 10 കഴുത്തുള്ളവൻ, ആര്? രാവണനെ വധിക്കാൻ വേണ്ടി രാമ അഭിനാമാകൃതി, രാമൻ വന്നു. അഭിരാമ രൂപമുള്ള ശ്രീരാമചന്ദ്ര ഭഗവാൻ വന്നു. ഗോപാലം പരിപാലയൻ വ്രജപുരേ ഭാരം ഹരൻ ദ്വാപരേ. ഗോപാലകന്മാരെ പരിപാലിക്കാൻ വേണ്ടി വ്രജപുരത്തിന്റെ ഭാരം അകറ്റാൻ വേണ്ടി ദ്വാപരയുഗത്തില് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ അവതരിച്ചു. പിന്നെ വാട്ട്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ലൈൻ? ആവശ്യമുള്ളത് ഓർമ്മ വരുന്നില്ല. ചൈതന്യ നാമാകൃതി, ലാസ്റ്റ് വരും.
അതായത് കലിയുഗത്തിന് അതേ വ്യക്തിത്വം ചൈതന്യ മഹാപ്രഭുവിന്റെ ആകൃതിയിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. സോ ജയ ശ്രീ ശ്രീരാധ മദൻ മോഹൻ കി. സോ പറഞ്ഞു വരുന്നത്, കലിയുഗത്തിന്റെ ഇൻചാർജ് ഗൗർ നിത്തായാണ്. റൈറ്റ്? ചൈതന്യ നിത്യാനന്ദാണ് കലിയുഗത്തിന്റെ ഇൻചാർജ്. ഈ യുഗത്തില് ഏറ്റവും പ്രധാനം അവരുടെ അവതാരമാണ്. ചൈതന്യ ചരിതാമൃതം വായിച്ചു കഴിഞ്ഞാൽ അറിയാം, ഒരു ആദ്യ ലീലയിൽ ഒരു ലീലയുണ്ട്. സച്ചി മാത വന്നിട്ട് കൃഷ്ണ ബലരാമന്റെ വിഗ്രഹങ്ങൾ വെച്ച് അതിനെ കൃഷ്ണ ബലരാമർക്ക് നിവേദ്യം അർപ്പിക്കുന്ന സമയത്ത് കൊച്ച് ലിറ്റിൽ നിമായി ആൻഡ് ലിറ്റിൽ നിത്തായി, നിത്യാനന്ദ പ്രഭു ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇവർ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ പോയിട്ട് കൃഷ്ണ ബലരാമുമായിട്ട് വഴക്കൂടും. ഈ നിവേദ്യം നിങ്ങൾക്കല്ല ഞങ്ങൾക്കാണ് എന്ന് പറയും. അതെന്താ അങ്ങനെ? കൃഷ്ണ ബലരാമന്മാര് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ ടൈം കഴിഞ്ഞു. റൈറ്റ്? നിങ്ങളെ ഏത് യുഗത്തില്? ദ്വാപര യുഗത്തിൽ. നിങ്ങൾക്ക് ഓഫറിംഗ് വേണമെങ്കിൽ നിങ്ങൾ ദ്വാപര യുഗത്തിൽ പോയി എടുത്തോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. ഇത് ഞങ്ങളുടെ യുഗമാണ്, ഈ യുഗത്തിൽ ഞങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഗൗരനിതായ ഓഫറിംഗ് എടുക്കുന്ന ഒരു ലീല. ഇറ്റ് ഇസ് ദർ ഇൻ ചൈതന്യ ഭാഗവത്, ഐ തിങ്ക്. ബ്യൂട്ടിഫുൾ പാസ്റ്റർ. അപ്പോ അതുകൊണ്ട് കലിയുഗത്തിലെ മെയിൻ പേഴ്സണാലിറ്റീസ് ആരാണ്? ഗൗരനിതായ്. ആൻഡ് അവരുടെ മൂഡാണ് ബാക്കി എല്ലാ അവതാരങ്ങൾക്കും. റൈറ്റ്? ദേ ആർ ഇൻ ദാറ്റ് മൂഡ്, എസ്പെഷ്യലി ഇൻ നവദ്വീപ് മായാപൂർ. അതുകൊണ്ട് പറയുന്നത് കലിയുഗത്തിൽ പ്രത്യേകിച്ചും ഹരിനാമ ജപം, ഹരിനാമ സങ്കീർത്തനം, അതാണ് ആരുടെ അവതാര ഉദ്ദേശം? ഗൗരനിതായ് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ അവതാര ഉദ്ദേശം. ആ അവതാര ഉദ്ദേശം നിറവേറ്റാനും അതിൽ വരുന്ന തടസ്സങ്ങൾ നീക്കാനുമായിരിക്കും ബാക്കി എല്ലാ അവതാരങ്ങളും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കലിയുഗത്തിന് നരസിംഹ ഭഗവാന്റെ നരസിംഹ ഭഗവാൻ പല കാര്യങ്ങളും ചെയ്യും. പക്ഷെ വാസ്തവത്തിൽ ഇപ്പൊ നരസിംഹ ഭഗവാൻ കലിയുഗത്തിൽ ഇരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? സങ്കീർത്തൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുള്ള തടസ്സങ്ങൾ നീക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും പ്രഭുപാദിന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒക്കെ കാരുണ്യം കൊണ്ട്, പ്രഹ്ലാദ് മഹാരാജാവിന്റെ കാരുണ്യം ഒക്കെ കൊണ്ട് നമുക്ക് ഹരിനാമം ജപിക്കാനും, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ നാമങ്ങൾ ജപിക്കാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും വേണ്ടി പ്രഭുപാദ് ഇസ്കോൺ ഉണ്ടാക്കി. ഇങ്ങനെ ഒരു ഇതില് നമുക്ക് ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന് നമുക്ക് വരുന്ന തടസ്സങ്ങൾ ഇല്ലേ? നാമം ജപിക്കാൻ വരുന്ന തടസ്സങ്ങള്, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ വരുന്ന തടസ്സങ്ങള്, ഭക്തിയിൽ മുന്നേറാൻ വരുന്ന തടസ്സങ്ങള്, ഭക്തി വിഘ്ന വിനാശക നരസിംഹദേവ് ഭഗവാൻ എന്നാണ് പറയുന്നത്. സോ പ്രത്യേകിച്ചും നരസിംഹ ഭഗവാനോട് നമുക്ക് നാമം ജപിക്കുന്നതിലും മഹാപ്രഭുവിന്റെ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുന്നതില് ബാഹ്യമായ തടസ്സങ്ങളും അതിലുപരി എന്റെ വ്യക്തിപരമായ ന്യൂനതകൾ കാരണം, പുറമേയുള്ള തടസ്സത്തിനേക്കാളും കൂടുതൽ തടസ്സം എന്താണ്? അകമയുള്ള തടസ്സങ്ങളാണ്. റൈറ്റ്? വിശ്വാസമില്ലായ്മ, അനർത്ഥങ്ങള്, പ്യൂരിറ്റി ഇല്ലായ്മ, ഇതൊക്കെ കാരണമാണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അതിനുള്ള തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി നമുക്ക് നരസിംഹ ഭഗവാനോട് പ്രാർത്ഥിക്കാം. ലാസ്റ്റ് പോയിന്റ്, തവ കര കമല വരേ നഖം അദ്ഭുത ശൃംഗം എന്ന് പറയുന്നു. അതായത് ബ്യൂട്ടിഫുൾ ആണ് അത് പറയുന്നത്. ഭഗവാന്റെ രൂപം എന്ന് പറയുന്നത് എപ്പോഴും വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിരിക്കും, ഓപ്പോസിറ്റ്സ്. റൈറ്റ്? അണോരണീയാൻ മഹത്വം മഹിയാൻ. ഏറ്റവും ചെറുതിൽ ചെറുതും ആരാണ്? ഭഗവാനാണ്. ഏറ്റവും വലുതിലും വലുതും ഭഗവാനാണ്. അപ്പൊ അങ്ങനെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. അതുപോലെ നരസിംഹ ഭഗവാന്റെ ഒരു വൈരുദ്ധ്യം പറയാണ്, തവ കര കമല. കര എന്ന് പറഞ്ഞാല് കൈ, കമല എന്ന് പറഞ്ഞാല് താമര. അപ്പൊ കര കമല എന്ന് വെച്ചാൽ താമര കൈകൾ. റൈറ്റ്? ഒരു വൈഷ്ണവ ആചാര്യൻ പറയുകയാണ്, അടുത്തെന്ത് ലൈൻ പറയുന്നത്? നഖം അദ്ഭുത ശൃംഗം, നഖം അതിലുണ്ടെന്ന് പറയും. അപ്പൊ ആചാര്യൻ ചോദിക്കുന്നു, താമരപ്പൂ വളരുന്നത് കണ്ടിട്ടില്ലേ? ഈ താമരയില് മുള്ളുണ്ടാവാറുണ്ടോ? ഇല്ല. റൈറ്റ്? താമര ചെടി, താമര വളരുന്ന സമയത്ത് അതിന് മുള്ളുണ്ടാവാറില്ല, അല്ലെ? റോസാപ്പൂ ആണെങ്കിൽ മുള്ളുണ്ടാവും. പക്ഷെ ഇവിടെ പറയുന്നത് താമര പോലുള്ള കയ്യില് മുള്ളു പോലുള്ള നഖവും ഉണ്ട്. ഇതെന്ത് അത്ഭുതമാണ്! അത്ഭുത ശൃംഗം എന്ന് പറയും. ദളിത ഹിരണ്യ കശിപ്പു തനുഭൃംഗം. ഒരു ചെറിയ ഈച്ചയെ അല്ലെങ്കിൽ ചെറിയൊരു വണ്ടിനെ ഡിസെക്ട് ചെയ്യുന്നത് ഈ ലാബിൽ പോയി നമ്മൾ കീറി മുറിക്കാറുണ്ട് ചിലപ്പോൾ, മൈക്രോസ്കോപ്പിന്റെ കീഴിൽ വെച്ചൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പഠിക്കാനൊക്കെ നോക്കാറുണ്ട്. റൈറ്റ്? അതുപോലെ ചെയ്യുന്നുണ്ട് ഹിരണ്യകശിപ്പു എന്ന് പറയുന്നു. സോ ആ ഹിരണ്യകശിപ്പു നരസിംഹ ഭഗവാൻ. അപ്പൊ ആ നരസിംഹ ഭഗവാൻ നമ്മുടെ ഹൃദയത്തില് നമുക്ക് ഈ ജന്മത്തിൽ തന്നെ
നമ്മുടെ ഗുരു ആചാര്യ ശ്രീല പ്രഭുപാദ് അവരുടെ ഇച്ഛപ്രകാരം നമുക്ക് ഭക്തിയിൽ മുന്നോട്ട് പോകാനും ഭഗവത്ധാമത്തിലേക്ക് തിരിച്ചു പോകാനും തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ കണ്ടെത്തി അതിനെ ഉന്മൂലനം ചെയ്യാനും അതുപോലെ തന്നെ പുറമേയുള്ള തടസ്സങ്ങൾ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തടസ്സങ്ങൾക്കും ഒരു അറുതി വരുത്താനും നമുക്ക് നരസിംഹ ഭഗവാനോട് ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാം. So we can chant the prayer. Ugram Veeram Mahavishnum Jalatam Sarvatomukham Nrisimham Bhishanam Bhadram Mrityor Mrityum Namamyaham. Jai Narsimha Shri Narsimha Jaya Jaya Shri Narsimha Dev Prahlādesha Jaya Padma Mukha Padma Bhringa. Hare Krishna 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 Hare 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 Rama 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 Hare Hare. श्री नरसिंह भगवान की, श्री प्रहलाद श्री नरसिंह जयंती महामहोत्सव की, गौर प्रेमानंद।